നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഐക്യ ജനതാദളിന് വളരെ വൈകിയാണെങ്കിലും കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി. തെറ്റുതിരുത്താൻ ഇനിയും അവസരമുണ്ട് എന്ന് നിതീഷ് ഉറച്ചു വിശ്വസിക്കുകയാണ്. BJPയുമായുള്ള ഈ കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് അതിൽ നിന്നും മുക്തി നേടി തൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് അദ്ദേഹം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ചിരാഗ് പാസ്വാന്റെ LJPയെ തഴച്ചു വളരാൻ വലിയ രീതിയിലാണ് വളമിട്ട് BJP നട്ട് നനയ്ക്കുന്നത്. അതിന് പകരമായി ഐക്യ ജനതാദളിനെ കുരുതി കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട്. നിലവിൽ ഐക്യ ജനതാദളിലെ 12 MPമാരിൽ 6 പേർ BJPയുമായി അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്ന രഹസ്യ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടി ശക്തമായിട്ടുള്ള താക്കീത് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തിനധികം പറയുന്നു, നിലവിലെ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ഭിന്നിപ്പ് ഐക്യ ജനതാദളിൽ ഉടലെടുത്തു. നിരവധി പാർട്ടി അംഗങ്ങൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചുകൊണ്ട് ബീഹാറിൽ JDUവിൻ്റെ പതർച്ച സമ്പൂർണ്ണമാകും എന്ന ഉറക്കെയുള്ള പ്രഖ്യാപനം നടത്തുകയാണ്. ഇത് അന്തിമമായി നേട്ടം കുറിക്കാൻ പോകുന്നത് RJDക്ക് തന്നെയാണെന്നുള്ളത് ഉറച്ചു വിശ്വസിക്കുകയാണ്. ഐക്യ ജനതാദളിനെ ശത്രുവായി കണക്കാക്കി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ നഷ്ടമുണ്ടാക്കിയ വിദ്വാനാണ് ചിരാഗ് പാസ്വാൻ. ആ മഹാനായ മനുഷ്യനെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ നിതീഷ് കുമാറിന് കഴിയില്ല. ചിരാഗിൻ്റെ പത്തി നോക്കി തന്നെ അടിക്കാനാണ് നിതീഷിൻ്റെ ശ്രമം. ഒപ്പം മഹാരാഷ്ട്രയിൽ ഒരു മുട്ടം പണി കൂടി നൽകാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. നിലവിൽ ശിവസേന നേതാവായ ഷിൻഡെയെ ചർച്ചയ്ക്ക് വിളിക്കാൻ നിതീഷ് കുമാർ തയ്യാറാകുമ്പോൾ BJP ഭീതിയിലാണ്. ഷിൻഡെ വിഭാഗത്തെ എങ്ങനെയും തേജോവധം ചെയ്യാൻ ഫഡ്നാവിസ് നടത്തുന്ന നീക്കങ്ങൾ അത് പരസ്യമായി തന്നെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. നാനാ പട്ടോളെ കൃത്യമായി ഷിൻഡെയോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ വില എന്താണെന്നുള്ളത് നിങ്ങൾക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾ കടുംപിടുത്തം പിടിച്ചിരുന്നെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം നിങ്ങൾക്ക് തന്നെ കിട്ടിയേനെ. ദൗർഭാഗ്യവശാൽ നിങ്ങൾക്ക് അതിനുള്ള നട്ടലില്ല. ശിവസേനക്കാരെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയതെന്ന നാനാ പട്ടോളയുടെ ഒറ്റ വാക്കാണ് ആകെ നാണം കെട്ട് നാറിയ അവസ്ഥയിൽ ഏകനാഥ് ഷിൻഡെ ഇപ്പോൾ ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ BJP ഒന്നുമല്ലാത്ത കാലത്തും ശിവസേന അവിടെ അതിശക്തമായിരുന്നു. ശിവസേനയുടെ മൂട്ടിൽ നിന്നാണ് BJP ഇത്രയധികം വടവൃക്ഷമായി പടർന്ന് പന്തലിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ BJPയുടെ ചതിയുടെ നാൾവഴികളെല്ലാം ഏകനാഥ് ഷിൻഡെക്ക് നന്നായി അറിയാം. ഏകനാഥ് ഷിൻഡെയുടെ യഥാർത്ഥ ശത്രു ഉദ്ധവ് താക്കറെയല്ല, മറിച്ച് മോദിയും അമിത്ഷായുമാണ് എന്ന തിരിച്ചറിവ് ഇനി അദ്ദേഹത്തിന് എന്നാണ് ഉണ്ടാകുക എന്നുള്ളത് വലിയ ചോദ്യം NDAയിൽ ഉയരുകയാണ്. NDAയിൽ വളരെ വൈകാതെ തന്നെ ഷിൻഡെ വിഭാഗവും JDUവും തിരിച്ചെത്തും എന്ന ഏറെ പ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിന് ബീഹാറിലും മഹാരാഷ്ട്രയിലും BJPക്ക് വലിയ തിരിച്ചടി നൽകിയേ മതിയാവുകയുള്ളൂ. ഷിൻഡെ പിണങ്ങിയാൽ മഹാരാഷ്ട്രയിൽ BJP വീണോളും. ഏകനാഥ് ഷിൻഡെയുടെ ആ ഒരു തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. ഒപ്പം ബീഹാറിലെ ആ നല്ല കാലത്തിനും